അനുമോളോട് ഒരു ഡബിൾ മീനിങ് തമാശ പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്. വേറൊന്നുമല്ല, അതായത് ഇന്ന് നോമിനേഷൻസ് ഒരു വെറൈറ്റി ആയിട്ടുള്ള നോമിനേഷൻസ് ആണ് നടക്കുന്നത്. ബിഗ് ബോസ് ഓരോ ആളുകളുടെയും പേര് വിളിക്കുമ്പോൾ അവരെവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് വേണം നോമിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ആര്യൻ്റെ പേര് വിളിക്കുമ്പോൾ ആര്യൻ അടുക്കളയിലാണ്. അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ രണ്ട് പേരുടെ പേര് പറയുന്നു, അവർക്ക് നോമിനേറ്റ് ചെയ്യാനുണ്ടായിരുന്ന കാരണവും പറയുന്നു. പിന്നെ നെവിനാണെങ്കിൽ സോഫയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഉറങ്ങുന്ന നെവിനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ നെവിൻ ചാടി എഴുന്നേറ്റ് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്നു. അതിലൊരാൾ അനുമോളാണ് എന്ന് നമുക്ക് പ്രൊമോ കണ്ടാൽ മനസ്സിലാക്കാം. കാരണം PR-ൻ്റെ ബലത്തിൽ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്, അതല്ലാതെ ഇവിടെ നിൽക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അത് കേട്ടാൽ തന്നെ നമുക്കറിയാലോ അനുമോളെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന്. പിന്നെ അക്ബർ ഒരു ചെയറിലിരിക്കുന്ന സമയത്ത് അക്ബറിൻ്റെ പേര് വിളിക്കുന്നു. പിന്നെ നൂറ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുമ്പോൾ നൂറയുടെ പേര് വിളിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ പേര് വിളിക്കുന്ന സമയത്ത് അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് വേണം നോമിനേറ്റ് ചെയ്യാൻ. ഏറ്റവും അവസാനം സാബുമാൻ്റെ പേര് വിളിക്കുമ്പോൾ സാബുമാൻ അനുമോളുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വിളിച്ചപ്പം സാബുവാൻ ഒന്ന് ഞെട്ടി പേര് വിളിച്ചപ്പോൾ. അപ്പോൾ സാബുവാൻ ചോദിക്കുന്നു, ബിഗ് ബോസ് ഞാനിങ്ങനെ നടന്നുകൊണ്ട് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് അതിനെ സമ്മതിക്കുന്നില്ല, അത് പറ്റത്തില്ല എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അനുമോൾ സാബുവിൻ്റെ അടുത്ത് പറയുകയാണ്, എടാ നീ എവിടെയെങ്കിലും പോയി ഇരിക്കുക, അവർക്കൊരു ക്ലോസപ്പ് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്, അനുമോൾക്ക് ഷോട്ടുകളെ പറ്റിയൊക്കെ നല്ല ഐഡിയ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ക്യാമറയെ പറ്റിയും ഷോട്ടുകളെ പറ്റിയും നല്ല അറിവുണ്ടെന്നാണോ ഉദ്ദേശിച്ചത്, അതോ എവിടെ ഇരുന്നാലാണ് നല്ല ക്യാമറ ആംഗിളിൽ പുറത്തേക്ക് ദൃശ്യങ്ങൾ പോകുന്നത് എന്ന് അനുമോൾക്ക് കൃത്യമായിട്ട് അറിയുന്നത് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണോ പറഞ്ഞതെന്നും അറിയത്തില്ല. എന്തായാലും രണ്ടർത്ഥവും കൂടി ഒരുമിച്ച് ബിഗ് ബോസ് ഒരു ഡബിൾ മീനിങ് ജോക്കായിട്ടങ്ങ് പറഞ്ഞതായിരിക്കാം. അത് അനുമോളുടെ സെൻസിനനുസരിച്ച് എടുക്കാം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും ഇന്ന് നോമിനേഷൻ പ്രക്രിയ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നടത്തുന്നത്. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.